ഹായ് ഡിയേഴ്സ്, ട്രാവൽ ടൈൽസ് ബൈ അനു വ്ളോഗ്സിൻ്റെ ഈദ് സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ഇന്ന് ഈദിൻ്റെ രണ്ടാമത്തെ ദിവസത്തെ ഹോളിഡേ ആണ്. ഞങ്ങൾ ഇന്ന് ഒരു വൺ ഡേ ട്രിപ്പാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഉമ്മലസത്ത് നിന്ന് ഇപ്പം നിഹാസിൻ്റെ വണ്ടിയിൽ ഇപ്പം ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് ഫാമിലി ഫ്രണ്ട്സ് മാത്രമേ ഉള്ളൂ. അപ്പം ആദ്യം ഞങ്ങൾ പോകുന്നത് സിത്ര വാക്കുവയിലേക്കാണ്. അപ്പോൾ സിത്ര വാക്കുവയുടെ മനോഹരമായ ദൃശ്യങ്ങളൊക്കെ ആസ്വദിച്ചതിന് ശേഷം പിന്നെ മറ്റൊരു സ്ഥലത്തേക്ക് പോകും. എന്തായാലും ഈദിൻ്റെ ഞങ്ങളുടെ ആഘോഷങ്ങളും സന്തോഷങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 2 പാർട്ടായിട്ടാണ് എടുത്തിരിക്കുന്നത്. പാർട്ട് 1 ആണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഈദ് ആഘോഷങ്ങളുടെ വീഡിയോയിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ഈ ലോ ടൈഡായിട്ട് കടലൊക്കെ വലിഞ്ഞ് ഇറങ്ങിയിരിക്കുകയാണ്. കണ്ട, അപ്പോൾ കടലൊക്കെ അത്രയും താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. മനോഹരമായ സിത്ര ബീച്ചിൻ്റെ ദൃശ്യങ്ങളൊക്കെയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല ചൂടാണ്. സിത്ര വാക്കുവയിൽ കുറേ നേരം ചുറ്റിപ്പറ്റി നിന്നതിന് ശേഷം ഞങ്ങൾ നേരെ സെല്ലാക്ക് ബീച്ചിലേക്ക് പോകാൻ തീരുമാനിച്ചു. പോകുന്ന വഴിക്ക് എൻ്റെ ഒരു ഫ്രണ്ടും ഫാമിലിയൊക്കെ ഇന്ന് സെല്ലാക്ക് ബീച്ചിൽ പോയിട്ടുണ്ടായിരുന്നു. അവരൊരു ഫാമിലി ഗ്രൂപ്പായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അവരെ ഒന്ന് വിളിക്കാൻ തീരുമാനിച്ചു. അവരെ വിളിച്ചപ്പോഴാണ് അറിയാൻ കഴിഞ്ഞത് സെല്ലാക്കിൽ ഭയങ്കര ക്രൗഡാണ്. അപ്പോൾ ഈദിൻ്റെ ഈ ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആൾക്കാരാണ് സെല്ലാക്കിലേക്ക് ഒഴുകിയെത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അവിടെ ആ ക്രൗഡിൽ ഇരുന്ന് ഫുഡ് കഴിക്കാനോ അല്ലെങ്കിൽ ഒന്ന് എൻജോയ് ചെയ്യാനൊന്നും സാധിക്കില്ല. അങ്ങനെ ഞങ്ങൾ സെല്ലാക്ക് പ്ലാൻ ക്യാൻസൽ ചെയ്തു. നേരെ പോയത് ബുധയിലേക്കാണ്. ബുധയിൽ മനോഹരമായൊരു ബീച്ചുണ്ട്. ഒരുപാട് തവണ ഞങ്ങൾ പോയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ നേരത്തെ എടുത്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ വീഡിയോയുടെ ലിങ്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ മനോഹരമായ ബുധയ ബീച്ചിലാണ് ഇപ്പോൾ ഞങ്ങൾ എത്തിയിരിക്കുന്നത്. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബുധയ ബീച്ചിൻ്റെ മനോഹരമായ ദൃശ്യങ്ങളൊക്കെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരുപാട് തവണ ഞങ്ങൾ വന്നിട്ടുണ്ട്. നേരത്തെ ഒരുപാട് തവണ വന്നിട്ടുണ്ട്. നല്ല മനോഹരമായ ഒരു ബീച്ചാണ്. ഏകദേശം 1-2 മണിക്കൂറോളം ഞങ്ങൾ ബുധയ ബീച്ചിൽ സ്പെൻഡ് ചെയ്തതിന് ശേഷം എല്ലാവരും ഫുഡ് കഴിക്കാൻ തീരുമാനിച്ചു. സമയം ഏകദേശം 2 മണിയോളമായി. ഞങ്ങളെല്ലാവരും പൊതിച്ചോറുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ തറയിലൊക്കെ സൂപ്പറയൊക്കെ വിരിച്ചു കൂട്ടം കൂടി ഇരുന്ന് പൊതിച്ചോറ് കഴിക്കാനുള്ളൊരു പ്ലാനുമായിട്ടാണ് പോകുന്നത്. അപ്പോൾ ഞങ്ങളുടെയൊക്കെ മനസ്സിൽ ഈ ഒരു ഇങ്ങനൊരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് നമ്മുടെയൊക്കെ സ്കൂൾ ലൈഫ് തന്നെയായിരിക്കും. 12 മണിക്ക് നമ്മൾ ബെല്ലടിച്ച് കഴിഞ്ഞാൽ എല്ലാ ഫ്രണ്ട്സുമായിട്ട് കൂട്ടം കൂടി ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കുകയും അവർ കൊണ്ടുവരുന്ന ആഹാരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഷെയർ ചെയ്യുന്ന ആ ഒരു മെമ്മറി
മെമ്മറി തന്നെയായിരിക്കും മനസ്സിലേക്ക് ആദ്യം കടന്നെത്തുക. ഒരുപാട് ആൾക്കാരാണ് ഈ ബീച്ചിൽ ഇതുപോലെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വന്ന് കഴിക്കുന്നത്. അപ്പോൾ എന്തായാലും നല്ലൊരു ക്രൗഡായി തുടങ്ങി. സമയം ഇപ്പോൾ ഏകദേശം 2 മണിയോളം ആയി. ചിലപ്പോൾ ഇന്ന് 2 മണി തൊട്ട് വൈകിട്ട് വരെയൊക്കെ സ്പെൻഡ് ചെയ്യാൻ വരുന്ന ഫാമിലീസ് ആയിരിക്കും കൂടുതൽ ഇന്ത്യയിലുള്ളവരും അതുപോലെ തന്നെ പുറം രാജ്യങ്ങളിലുള്ള ആൾക്കാരെയൊക്കെ നമുക്കിവിടെ കാണുവാൻ കഴിയും. എന്തായാലും മനോഹരമായ ഞങ്ങളുടെ ഈദ് സെലിബ്രേഷൻ്റെ 2ാമത്തെ ദിവസത്തെ ഔട്ടിംഗ് ആണ്. ആ ഔട്ടിങ്ങിൻ്റെ ദൃശ്യങ്ങളും അല്ലെങ്കിൽ ആ വീഡിയോസൊക്കെയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബുദയുടെ ബീച്ചിൻ്റെ മനോഹരമായ ദൃശ്യങ്ങളൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് പോകും. അത് പാർട്ട് 2-ലാണ് കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. എന്തായാലും ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. തീർച്ചയായിട്ടും മറ്റൊരു വീഡിയോയുമായി മറ്റല്ലെങ്കിൽ ഈദ് സെലിബ്രേഷൻ്റെ 2ാമത്തെ ഭാഗമായി നിങ്ങളുടെ മുന്നിലേക്ക് വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ഗുഡ് ബൈ.